ഹായ് ഫ്രണ്ട്സ്, ഓട്ടോകാഡ് ആദ്യമായി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓട്ടോകാഡ് 2012 വേർഷനാണ്. ഓട്ടോകാഡ് 2007 പഠിച്ച ഒരാൾക്കും ഓട്ടോകാഡ് 2020 വരെ ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അത് പുതിയ വേർഷനുകൾ ഉപയോഗിക്കുവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. കാരണം പുതിയ വേർഷൻസ് വരുമ്പോൾ അതിൽ പുതിയ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. ആദ്യമായി നമുക്ക് ഡിസ്പ്ലേ കാണുന്ന ഓപ്ഷൻസ് എന്തെല്ലാം നോക്കാം. ഓട്ടോകാഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഒരു ആപ്ലിക്കേഷൻ മെനു, തൊട്ടടുത്ത് ഒരു ക്വിക്ക് ആക്സസ് ബാർ കാണാം. അതിനുശേഷം കാണുന്ന ഈ ഓപ്ഷൻസ് നമ്മൾ പറയുന്ന പേരാണ് മെനു ബാർ. അതിന് താഴെ റിബണുകളുണ്ട്. താഴോട്ട് വരുമ്പോൾ ഒരു യൂസർ കോർഡിനേറ്റ് സിസ്റ്റം, നമ്മൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഓട്ടോകാഡ് ഡ്രോയിങ് വരക്കുന്നത് എന്നിവിടെ കാണിക്കും. തൊട്ട് താഴെ നമുക്കൊരു കമാൻഡ് ബാർ ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മളെ മൗസ് പോയിന്റ് ക്രോസ് ഹെയർ എന്നാണ് പറയുക. ഇത് നമ്മൾ മൗസിന് എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. അതിൻ്റെ കോർഡിനേറ്റ് നമുക്ക് എപ്പോഴും ഇവിടെ കാണാൻ പറ്റും. ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ റൈറ്റ് ടോപ്പിനകത്ത് കാണുന്നത് ഒരു കോമ്പസ് ആണ്. അതിൻ്റെ താഴെ ഏത് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഓട്ടോകാഡ് ഡ്രോയിങ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമായി കമാൻഡ് ബാർ, നമ്മളിവിടെ പറഞ്ഞു കമാൻഡ് ബാർ. ഈ കമാൻഡ് ബാറിനകത്ത് നമ്മൾ എന്ത് കമാൻഡ്സ്, നമുക്ക് എന്തൊരു ആക്ഷൻ തിരഞ്ഞെടുക്കണമെങ്കിലും ഈ കമാൻഡ് ബാറിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ആക്ഷനും തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് POINT എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് LINE എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പെസിഫൈ ലൈൻ ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക, സെക്കൻഡ് പോയിന്റ് കൊടുക്കുക. ഒരു ലൈൻ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ റിബണിൽ നമ്മൾ ഈ റിബൺ എന്ന് പറഞ്ഞാൽ ഈ റിബണിനകത്ത് മൗസ് നമ്മൾ ഏതൊരു റിബണിനകത്ത് മൗസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് കാണിക്കുകയും അതുപോലെ അതിന് തൊട്ട് താഴെ കാണിക്കുന്ന പ്രസ് F1 എന്നതിനടുത്ത് കാണിക്കുന്നത് അതിൻ്റെ കമൻ്റാണ്. ആ കമൻറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആക്ഷൻസ് തിരഞ്ഞെടുക്കാൻ കഴിയും. ഇറേസ്, അതുപോലെ ടെക്സ്റ്റിനാണെങ്കിൽ ടെക്സ്റ്റ് തുടങ്ങിയ എല്ലാം, ട്രിമ്മിനാണെങ്കിലൊക്കെ നമ്മൾ മൗസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി ഏതൊരു ഡ്രോയിങ്ങും നമ്മൾ വരക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ യൂണിറ്റ്സ് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കമൻ്റാണ് UNI. യൂണിറ്റ്സ് ടൈപ്പ് ചെയ്താൽ മതി. UN ഷോർട്ട് ഫോമാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോക്സ് പ്രത്യക്ഷപ്പെടുകയും ഈ ബോക്സിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് ഡെസിമൽ ആയിരിക്കണം. ലെങ്ത് നമ്മൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ്, ഫ്രാക്ഷൻ, സയൻറ്റിഫിക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിസിഷൻ ഇങ്ങനെയാണ് കാണുക. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് മെട്രിക്കിലാണെങ്കിലും ഇമ്പീരിയലാണെങ്കിലും നമ്മൾ ഡെസിമൽ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം നമ്മൾ ഡെസിമൽ സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ യൂണിറ്റ്സ് മീറ്ററിലാണ്, നമുക്ക് ഇഞ്ചസിൽ വേണം ചെയ്യാം, മില്ലിമീറ്ററിൽ വേണം ചെയ്യാം. ഓക്കെ. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാരണം ആംഗിളിൻ്റെ ടൈപ്പ് നമ്മൾ ഇവിടെ ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡാണ്. ഇതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു, നമുക്ക് ഡെസിമൽ ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ഇനി മൗസിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാം. മൗസ് നമ്മൾ എന്തിനൊക്കെയാണ് ഓട്ടോകാഡിനകത്ത് ഉപയോഗിക്കുന്നത്? ആദ്യമായിട്ട് ഓട്ടോകാഡ് ഉപയോഗിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. നമുക്കൊരു ലൈൻ വരക്കാം. അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മളൊരു 5000 മീറ്റർ കൊടുത്തു, എൻ്റർ. ഇപ്പം നമുക്ക് ഈ മൗസ് ഈ ലൈന് ഫുള്ളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്ക്രോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് സൂം ആവുകയും അതുപോലെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ആവുകയും ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് സൂം A അടിച്ചാൽ, അതുമല്ലെങ്കിൽ മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വരച്ചിരിക്കുന്ന ലൈന് സ്ക്രീനിൽ മുഴുവനായിട്ട് പ്രത്യക്ഷപ്പെടും. ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ വരെ. ഇതല്ലെങ്കിൽ സൂം എൻ്റർ താഴെ ഒരു ഒബ്ജക്റ്റ് ഉള്ളതുകൊണ്ടാണ് മാറുന്നത്. ഓക്കെ. ഇനി മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. അതായത് താഴെ നിന്ന് മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ
നമ്മൾ മുഴുവനായിട്ട് സെലക്ട് ചെയ്യണം. നമ്മൾ കുറച്ച് ഭാഗം മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവില്ല. അതിന് മേലോട്ട് താഴോട്ടായി കഴിഞ്ഞാലും താഴെ നിന്ന് മേലോട്ടാണെങ്കിലും മുഴുവനായിട്ട് സെലക്ട് ചെയ്യാതെ ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ആവില്ല. എന്നാൽ നമ്മൾ വലത്തെ ഭാഗത്ത് നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷൻസ് അതിൽ കവർ ചെയ്താൽ മാത്രം മതിയാകും. നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഒരു ലൈൻ വരയ്ക്കുന്നത് നമുക്ക് എങ്ങനെ നോക്കാം. ലൈൻ വരയ്ക്കുന്നത് കമാൻഡിനകത്ത് ലൈൻ, ഇവിടെ കമാൻഡിനകത്ത് നമ്മൾ ലൈൻ എൽ എന്നോ അല്ലെങ്കിൽ ലൈൻ എന്നോ ടൈപ്പ് ചെയ്യുക, എൻ്റർ. ശേഷം ഒരു ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്രയാണ് ഡിസ്റ്റൻസ് വേണ്ടത് എന്നുള്ള ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 50 മീറ്റർ. ഡബിൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ലൈൻ അവിടെ ബ്രേക്ക് ആവും. ഇത് 50 മീറ്റർ ലൈന്. ഇനി നമുക്ക് ഒരു പ്രത്യേക ആംഗിളിൽ ഒരു ലൈൻ വേണം. ഉദാഹരണത്തിന് ഒരു 3 മീറ്റർ ലൈന് അല്ലെങ്കിൽ 10 മീറ്റർ ലൈന് 45 ഡിഗ്രി ആംഗിളിൽ വരക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് ലൈൻ എന്ന കമാൻഡ് എടുക്കുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കുക. ശേഷം അറ്റ് ദി റൈറ്റ് നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ഞാനൊരു 50 തന്നെ കൊടുക്കാം. 50 കൊടുത്തു. ശേഷം നമുക്ക് വേണ്ട ആംഗിൾ, അതിനായിട്ട് ആംഗിൾ എന്നൊരു സിമ്പിൾ കൊടുക്കുക. ശേഷം നമുക്കൊരു 45 ആംഗിൾ കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ആ ലൈന് നമ്മളൊരു പ്രത്യേക ആംഗിളിൽ പ്രത്യേക ഡിസ്റ്റൻസ് വെച്ചിട്ടൊരു ആംഗിൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ. ഇനി ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കത് ഓർത്തോഗണലായിട്ട് കിട്ടണം. അതായത് വെർട്ടിക്കലായിട്ടും അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടും മാത്രം കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈൻ കമാൻഡ് അടിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകിൽ F8 ടൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ താഴെ ഇവിടെ കാണുന്ന ഈ ഒരു സിമ്പൽ ഓർത്തോ മോഡിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരക്കുന്ന ലൈൻ നമുക്ക് ഹൊറിസോണ്ടലായോ വെർട്ടിക്കലായോ മാത്രമേ നമ്മുടെ ലൈൻസ് വരികയുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഓൺ ആക്കിയിട്ട് ലൈൻ വരച്ച് കാണിക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു 50 മീറ്റർ ലൈൻ വരച്ചു. മേലോട്ട് വെച്ചു. കറക്റ്റ് മേലോട്ട് തന്നെ വെക്കണം. കുറച്ച് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാലും നമ്മുടെ കറക്റ്റ് ആ ഒരു നമുക്ക് ഓർത്തോ മോഡിൽ തന്നെ ഓർത്തോഗണൽ ലൈൻസ് ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. ഇനി ഒരു റെക്റ്റാങ്കിൾ നമ്മൾ എങ്ങനെ വരയ്ക്കുന്ന നോക്കാം. റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടി REC എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. REC. ശേഷം നമ്മൾ എൻ്റർ അടിച്ചു. ഒരു ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുക. ബേസ് പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് താഴെ കാണാം ഏരിയ കൊടുത്ത് അല്ലെങ്കിൽ ഡയമെൻഷൻസ് അല്ലെങ്കിൽ റൊട്ടേഷൻ. നമ്മൾ അതിനകത്ത് ഡയമെൻഷൻ എന്നതിന് D അടിക്കുക, എൻ്റർ അടിക്കുക. അതല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചാലും നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ കിട്ടും, ഡയമെൻഷൻസ്. ഓക്കെ. ശേഷം നമ്മൾ അതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ ഒരു 40 മീറ്റർ ലെങ്ത്തും അതുപോലെ നമ്മളതിൻ്റെ വിഡ്ത്ത് നമ്മൾ 40 മീറ്റർ കൊടുക്കാം. ഓക്കെ. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് അങ്ങനെ നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്ത ഡിസ്റ്റൻസ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ 40 മീറ്റർ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചെടുക്കുന്നത്. ഇനി എന്താണ് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് നോക്കാം. ഒബ്ജക്റ്റ് സ്നാപ്പ് അതായത് താഴെ കാണുന്ന ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്. എന്താണ് ഒബ്ജക്റ്റ് സ്നാപ്പ്? ഇപ്പോൾ നമുക്കൊരു ലൈൻ വരക്കണം. ആ ലൈൻ വരയ്ക്കേണ്ടത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. ഈ ഒരു നമ്മൾ താഴെ വരച്ചിരിക്കുന്ന ഈ ബോക്സ് നമ്മൾ നേരത്തെ വരച്ചിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൗസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്നാപ്പ് ഓണായി വരും. കണ്ടില്ലേ സ്നാപ്പ്. അതുപോലെ നമുക്ക് ഇവിടെ നിന്നാണ് ഒരു ലൈൻ വരക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്നാണ് ലൈൻ വരക്കേണ്ടത്. നമ്മളവിടെ മൗസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു സ്നാപ്പ് പ്രത്യക്ഷപ്പെടും അല്ലേ. അപ്പോൾ സ്നാപ്പുകൾ പലതരമുണ്ട്. ഒരു ഉദാഹരണത്തിന് വേറെ കാണിക്കാം. ലൈൻ വരച്ചു, ഒരു സർക്കിൾ വരക്കാൻ വേണ്ടി C എൻ്റർ അടിച്ചു, സർക്കിൾ വരച്ചു. ഇതിൽ നമ്മളിപ്പോൾ നമുക്ക് എൻഡ് പോയിന്റ് എന്നാണ് നോക്കാം. എൻഡ് പോയിന്റ് ഒരു സ്നാപ്പാണ്. സ്നാപ്പുകൾ ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ സ്നാപ്പുകൾ കാണാം. അതും അല്ലെങ്കിൽ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ തന്നെ സ്നാപ്പുകൾ വരും അല്ലേ. അതിനകത്ത് എൻഡ് പോയിന്റ് എന്ന സ്നാപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ മൗസ് ലൈൻ കമാൻഡ് എടുത്തതിന് ശേഷം മൗസ് ഒരു ലൈനിൻ്റെ എൻഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്നാപ്പ് പ്രത്യക്ഷപ്പെടും. ഇതാണ് എൻഡ് പോയിന്റ് സ്നാപ്പ്.
ഇനി എന്താണ് മിഡ് പോയിന്റ്? മിഡ് പോയിന്റ് നമ്മൾ ആ ലൈനിൻ്റെ തന്നെ ഈ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് മൗസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്നാപ്പ് രക്ഷപ്പെടും. അതാണ് മിഡ് പോയിന്റ്. ഇനി എന്താണ് എക്സ്റ്റൻഷൻ? നമുക്ക് ഈ ഒരു ലൈന് പ്രൊജക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈനിലൂടെ മൗസ് കൊണ്ടുപോയ ശേഷം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു പച്ച ലൈൻ തെളിയും, ഉണ്ടല്ലേ? അതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സെൻറ്റർ എന്ന ഒബ്ജക്റ്റ് സ്നാപ്പ് എങ്ങനെ നോക്കാം. അതിനായിട്ട് ലൈൻ എന്ന കമാൻഡ് എൽ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ശേഷം നമ്മുടെ സർക്കിളിൻ്റെ തൊട്ട് അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയൊരു സെൻറ്റർ തെളിയപ്പെടും. നമ്മളവിടെ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ സെൻറ്ററാണെന്ന് കാണിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് അതിന് ലൈനോ മറ്റോ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന സ്നാപ്പാണ് പെർപെൻഡിക്കുലർ. അതിന് മുമ്പായിട്ട് ഇൻ്റർസെക്ഷൻ എന്താണെന്ന് പറയാം. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇൻ്റർസെക്ഷൻ. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് അതിൻ്റെ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എന്ന് പ്രത്യക്ഷപ്പെടും. ഇനി അടുത്ത ഒരു സ്നാപ്പാണ് പെർപെൻഡിക്കുലർ എന്ന സ്നാപ്പ്. പെർപെൻഡിക്കുലർ സ്നാപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഈ ലൈനുണ്ട്. ഈ ലൈനിൽ ഒരു നമ്മൾ വേറെ ലൈന് ഇവിടുന്ന് സ്റ്റാർട്ടായി വരുന്നുണ്ട്. ഈ ലൈൻ പെർപെൻഡിക്കുലറായിട്ട് എവിടെ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് വേണ്ടി കാണിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ മൗസ് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ പെർപെൻഡിക്കുലർ. ഇനി ഒന്ന് രണ്ട് കമൻസും കൂടി ഒന്ന് പറയാം. അതായത് പോളിലൈൻ. എന്താണ് പോളിലൈൻ? പോളിലൈൻ എന്ന കമൻറ്റ് ഇതാണ് പോളിലൈൻ. പോളിലൈൻ എന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കമാൻഡാണ് PL. അതല്ലെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്താൽ മതിയാകും, PL. ശേഷം നമ്മൾ പോളിലൈൻ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള ലൈനാണ്, കണ്ടിന്യൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള സാധാരണ ലൈൻ പോലെയല്ല. PL നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, സ്റ്റാർട്ട് വേറെ പോയിന്റ് സെലക്ട് ചെയ്തു, ലൊക്കേഷൻ വേറെ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ C എൻ്റർ അല്ലെങ്കിൽ CL എൻ്റർ അടിച്ചാൽ മതി. C എൻ്റർ, ക്ലോസ് ആയി. ഇനി ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് സെലക്ട് ചെയ്യപ്പെടും. എന്നാൽ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ലൈൻ എന്ന കമൻറ്റ് വെച്ച് ലൈൻ വരയ്ക്കുമ്പോൾ ലൈൻ സ്റ്റാർട്ട് കൊടുത്തു, അടുത്ത പോയിന്റ് എടുത്തു, അടുത്ത പോയിന്റ് എടുത്തു, അടുത്ത പോയിന്റ് എടുത്തു, അതും നമുക്ക് ക്ലോസ് ചെയ്യാം, C കൊടുത്തു. ഇനി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ മാത്രമേ സെലക്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ പോളിലൈനിൽ അങ്ങനെയല്ല, മുഴുവനായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നു. അത് നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ പോളിലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ അതിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. ഇനി ഒരു കമാൻഡ് നമ്മളിവിടെ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് അടിച്ചിട്ട് വേറൊരു കമാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എസ്കേപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ഓപ്ഷൻ കൂടി കാണിക്കാം. അതായത് നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ, ഇപ്പോൾ ഈ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇത്ര ഡിസ്റ്റൻസ് ആയിട്ടുണ്ട്, അതുപോലെ ഇന്ന ആംഗിളിലാണ് പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്, ഡൈനാമിക് ഇൻപുട്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ മൗസ് എങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും നമ്മുടെ മൗസിൻ്റെ കൂടെ എത്ര മീറ്റർ ആയിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ കാണുന്നില്ല നിങ്ങൾ, ഒരു ഡിസ്റ്റൻസ് ഇത്ര, അതുപോലെ ആംഗിൾ ഇത്ര എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഓരോ ലൈൻസ് വരച്ചെടുക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ സാധിക്കും. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thanks for watching my channel.